ഹായ് ഓൾ, ഇന്ന് നമ്മൾ ആറ്റമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിലെ ബാക്കി പോർഷൻസ് തന്നെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇനിയും തൊട്ട് നമ്മൾ കറക്റ്റ് മാക്സിമം പോർഷൻസ് കവർ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓൾ അബൌട്ട് സീമൻ എഫക്റ്റ്. സീമൻ എഫക്റ്റിനെ കുറിച്ചാണ്. സീമൻ എഫക്റ്റ്, ഓക്കെ. സോ ഇതിൻ്റെ ഞാൻ കൂടുതൽ കൺസെപ്റ്റിലേക്ക് പോകുന്നില്ല, പക്ഷെ വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ PYQs ആയിരിക്കും ചെയ്യുക കേട്ടോ. നെറ്റിൻ്റെ CSIR നെറ്റിൻ്റെ PYQs, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗേറ്റിന് റിപ്പീറ്റ് ആണ്. അപ്പോൾ നമുക്ക് PYQസിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. അപ്പം സീമൻ എഫക്റ്റ് തന്നെ രണ്ട് തരത്തിലാണുള്ളത്. നോർമൽ സീമൻ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ അനോമലസ് സീമൻ എഫക്റ്റും ഉണ്ട്. അപ്പോൾ നോർമൽ സീമൻ എഫക്റ്റും അനോമലസ് സീമൻ എഫക്റ്റിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതായത് നോർമൽ സീമൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 കമ്പോണൻസ് ആയിട്ടായിരിക്കും നടക്കുക. 3 സ്പ്ലിറ്റിംഗ് ആയിരിക്കും വരിക നോർമൽ സീമൻ എഫക്റ്റ് ആണെങ്കിൽ. അതേസമയം അനോമലസ് സീമൻ എഫക്റ്റ് ആണെങ്കിൽ മോർ ദാൻ 3 ആയിരിക്കും. 1, 2, 3, 4 എക്സെട്ര. 3 കൂടുതലായിരിക്കും. അപ്പോൾ 3 നമ്മൾ എപ്പോഴും റെഫറൻസ് ആയിട്ട് വിചാരിക്കുക. അപ്പോൾ നോർമൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് 3 കമ്പോണൻ്റ് ആയിട്ടായിരിക്കും ഒരു സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുക. അതേസമയം അനോമലസ് എന്ന് പറയുന്നത് മോർ ദാൻ 3 ആയിരിക്കും നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട് കാണിക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ നോർമൽ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പിൻ 0 ആകുന്ന കേസിലാണ്. അതായത് അവിടെ സ്പിന്നിൻ്റെ ഒരു കാര്യങ്ങളും പറയാനായിട്ട് പാടില്ല. ഓക്കെ, സ്പിന്നിൻ്റെ ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല. ഇപ്പം നോർമൽ ആണെങ്കിൽ സ്പിൻ എസ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ സ്പിൻ എസ് 0 അല്ലെങ്കിൽ സ്പിൻ ഇല്ല എന്ന് വിചാരിക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം അത് എപ്പോഴും സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞുവല്ലോ, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s+1 വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി കാണുന്നത്. LJ ഇപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന മൾട്ടിപ്ലിസിറ്റിയാണ്. അപ്പോൾ S0 ആകുമ്പം 2 × 0+1 ഉത്തരം 1 ആ കിട്ടുക. അപ്പോൾ 1LJ മുകളിലാണ് ഈ 1. അപ്പോൾ 1 എന്ന് വെച്ചാൽ സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആറ്റംസ് പ്രൊവൈഡ്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ സ്പിൻ എടുക്കാത്ത അല്ലെങ്കിൽ സിംഗ്ലറ്റ് സ്റ്റേറ്റിലെ ട്രാൻസിഷൻസിലാണ് നമ്മൾ നോർമൽ സീമൻ എഫക്റ്റ് പറയുന്നത്. അതേസമയം അനോമലസ് സീമൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പിൻ ഉണ്ട്. അനോമലസ് എന്ന് പറയുമ്പോൾ സ്പിന്നിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ പേരെന്താ അനോമലസ് എന്ന് പറയാൻ അറിയോ? അനോമലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തുണ്ടല്ലോ ഈ സീമൻ എഫക്റ്റ് നമ്മൾ പിന്നൊരു കാര്യം കൂടെ മിസ്സായതിന് മുമ്പ് പറഞ്ഞോട്ടെ. എപ്പം നിങ്ങൾ സീമൻ എഫക്റ്റ് എന്ന് കേട്ടാലും സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വിത്ത് ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഓർത്തോണം. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നറിയോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തരികയാണ്, നമുക്ക് ആറ്റമിക് ആൻഡ് മോളിക്കുലാർ ആണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കറിയാമല്ലോ ഈ സബ്ജക്റ്റ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പ്ലിറ്റിംഗ് നടന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സീമൻ എഫക്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനിയും സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താ? അനോമലസ് ആയിരിക്കില്ല. അതായത് സ്റ്റാർക്ക് എഫക്റ്റ്, അതായത് സീമൻ എഫക്റ്റ് ആയിരിക്കില്ല, പകരം അത് സ്റ്റാർക്ക് എഫക്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, +1 +2 ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടിരുന്നത് ഇതിന് എന്തുകൊണ്ടാണ് അനോമലസ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് മോർ ദാൻ 3 ആയി, 3ൽ കൂടുതൽ ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ആ കാലത്ത് ഫിസിസ്റ്റുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ത് ഫിനോമിനയാണ് ആക്ച്വലി ഇവിടെ നടക്കുക. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്പിന്നും കൂടെ കയറി വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അന്നത്തെ കാലത്ത് സ്പിന്നിനെക്കുറിച്ചോ ഇലക്ട്രോണെക്കുറിച്ചോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഫാക്ടർ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് the scientists that referred that as anomalous. എന്തോ ഒന്ന് ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം ദാറ്റ് അനോമിലാലിറ്റി ഈസ് ഡ്യൂ ടു ദ സ്പിൻ എന്ന്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നോർമൽ സീമൻ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സിംഗ്ലറ്റ് എഫക്റ്റ് എന്നും ഒരു പേരുണ്ട്. കാരണം എപ്പോഴും S=0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ മാത്രമേ, സ്പിൻ ഇല്ലാത്ത കേസിൽ മാത്രമേ നോർമൽ നടക്കുകയുള്ളൂ. അതായത് സിംഗ്ലറ്റ് എഫക്റ്റിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. പിന്നൊരു കാര്യം ഞാൻ പറയേണ്ടത്, പാഷൻ ബാക്ക് എഫക്റ്റ് ഉണ്ട്. അതായത് 3 കാര്യങ്ങളാണ് സീമാൻ എഫക്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ്
നോർമൽ സീമൻ എഫക്റ്റ്, അനോമലസ് സീമൻ എഫക്റ്റ് ആൻഡ് ദ പാഷൻ ബാക്ക് എഫക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ മൂന്നും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോണേ, മിസ് ഒന്ന് വായിക്കാം. അതായത് നോർമൽ സീമൻ എഫക്റ്റ് ആണെങ്കിൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറയാണ്, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് ഇവിടെ അപ്ലൈ ആയിക്കണത് നോർമൽ സീമൻ എഫക്റ്റ് ആണ്, അനോമലസ് സീമൻ എഫക്റ്റ് ആണെന്നൊന്നും പറയില്ല. ഇപ്പോൾ വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നോർമൽ സീമൻ എഫക്റ്റ് ആണ് അവിടെ നടക്കുക. ഇനി അതേസമയം ഇൻ്റർമീഡിയറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ അർത്ഥം അനോമലസ് ആണ്, അനോമലസ് സീമൻ എഫക്റ്റ് ആണ്. അതായത് നമ്മളോട് പറയുകയാണ് സ്പെക്ട്രൽ ലൈൻസ് ആർ സ്പ്ലിറ്റ് വിത്ത് ദ പ്രസൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അനോമലസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഇനി പറയുകയാണ് ദിസ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു ദ സ്ട്രോങ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ്, ഭയങ്കര സ്ട്രോങ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി പാഷൻ ബാക്ക് എഫക്റ്റ്. ഇത്രയും മാത്രമേ കൺസെപ്റ്റ് മിസ് പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ PYQs ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഫിഗറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഒരുപാട് കൺസെപ്റ്റിലേക്ക് കയറുന്നില്ല. മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇക്വേഷൻസ് നമുക്ക് PYQയിലൂടെ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് കാണിക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 3 കമ്പോണൻ്റായിട്ട് മാറുന്നു. സ്പിന്ന് 0 ആയിരിക്കും. അനോമലസ് എന്ന് പറയുമ്പം കൂടുതൽ ജനറലായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ജനറലായിട്ട് ആറ്റത്തിൽ കാണുന്നത് അനോമലസ് ആണ്. കാരണം എല്ലാത്തിൻ്റെയും സ്പിൻ 0 ആണെന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് എത്രമാത്രം പറയാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അനോമലസ് സീമൻ എഫക്റ്റ് ആണ് മോസ്റ്റ് ജനറലായിട്ട് കാണുന്നത്. ഇവിടെ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എപ്പോഴും നമ്മൾ അനോമലസിലെടുക്കും. കാരണം ഇൻട്രാക്ഷൻസ് നമ്മളവിടെ ക്യാരി ഓൺ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, നോർമലിനെ നമ്മൾ സിഗ്ലെറ്റ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നോർമലിനെ ഞാനൊന്ന് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഒന്നായിട്ടിരിക്കുന്നു, വിത്ത് പ്രസൻസ് ഓഫ് ഫീൽഡിൽ അത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ പാഷൻ ബാക്ക് എഫക്റ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ മിസ് കുറച്ച് ഇതിൻ്റെ ഡിഫറൻസും കൂടി എഴുതിയിട്ടുണ്ട്. നോർമൽ എന്ന് പറയുമ്പം 3 കമ്പോണൻ്റ് ആണ്. അവിടെ സ്പിന്നിൻ്റെ എഫക്റ്റ് ഇല്ല. S=0 ആയിരിക്കും. അനോമലസ് എന്ന് വെച്ചാൽ 3ലധികം കമ്പോണൻസ് ആയിട്ട് മാറുന്നു. സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. പിന്നെ നോർമൽ എന്ന് പറയുമ്പോൾ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. പാഷൻ ബാക്ക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അനോമലസ് എന്ന് പറയുമ്പോൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകും. പാഷൻ ബാക്ക് എന്ന് വെച്ചാൽ സ്ട്രോങ് ഫീൽഡും സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. കണ്ടോ ഇവിടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഇൻട്രാക്ഷൻസ് ഒക്കെ അനോമലസിനും പാഷൻ ബാക്കിലും വരും. നോർമലിൻ്റെ കേസിൽ ഇതൊന്നും തന്നെ കൺസിഡർ ചെയ്യില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. എന്നിട്ട് ഞാൻ 1-2 ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ CSIR നെറ്റ് 2012 ചോദിച്ചേക്കണ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താ പറയാമെന്ന് വെച്ചാൽ ദ സ്പെക്ട്രൽ ലൈൻ കറസ്പോണ്ടിങ് ടു ആൻ ആറ്റമിക് ട്രാൻസിഷൻ, അതായത് J=1 നിന്ന് J=0 സ്റ്റേറ്റിലേക്കൊരു നടക്കുക, ട്രാൻസിഷൻ നടക്കുകയാണ്. അപ്പോൾ ട്രാൻസിഷൻ നടക്കുമ്പോൾ സ്പെക്ട്രൽ ലൈൻ, ഈ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രൽ ലൈന് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.1 ടെസ്ലയിൽ 3 കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സീമൻ എഫക്റ്റ് എന്ന്? ഇല്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റിങ് നടന്നു. ഓർത്തോണം സീമാൻ എഫക്റ്റ്. ഇനി എത്ര എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 3 എണ്ണമായിട്ട്. ഓർത്തോണം 3 സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ നോർമൽ സീമാൻ എഫക്റ്റ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ നോർമൽ സീമാൻ എഫക്റ്റ്. ഓക്കെ, സോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കമ്പോണൻസ് ആയിട്ട് മാറി. അതിൻ്റെ സെപ്പറേഷൻ തന്നിട്ടുണ്ട് 1.6. ഇനിയും ഇഫ് ദ 0 ഫീൽഡ് സ്പെക്ട്രൽ ലൈൻ കറസ്പോണ്ടിങ് ടു, ഓക്കെ, ഒരു പെർട്ടിക്കുലർ, അതായത് ആങ്സ്ട്രോം ആണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലാംഡയാണ് ഇവരൊക്കെ എന്ന് ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇക്വേഷൻ ഇതുവരെ മിസ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. നമുക്ക് ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ G ഫാക്ടറാണ് ചോദിച്ചേക്കുന്നത്. J=1 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള G ഫാക്ടറാണ് ചോദിച്ചേക്കണത്. ചെയ്യാം. യു മേ യൂസ് ജസ്റ്റ് ഒരു ഹിൻറ്റും അവിടെ തന്നിട്ടുണ്ട്. എനിവേ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് 2 ഇക്വേഷൻസ് ആണ് എപ്പോഴും നിങ്ങൾ സീമാൻ എഫക്റ്റിൽ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ΔE =G∗B. ഇപ്പോൾ തന്നെ പഠിച്ചു പൊക്കോ. ΔE എന്ന് പറയുന്നത് ആ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് G∗B. മ്യൂബി എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയാമല്ലോ മ്യൂബി എന്താണെന്ന്. മ്യൂബി എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് ആക്ച്വലി
ബോർ മാഗ്നറ്റോൺ ആണ്. അത് നമുക്കറിയാം EH കട്ട്, മിസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഫോർമുലാസ് വെച്ചിട്ടുള്ളത്. EH കട്ട് ബൈ 2B ആണ്. ഇതിൻ്റെ 2B അല്ലേ, ഇത് ഓൾറെഡി നമുക്കറിയാം. ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത് ഇതെന്താ, ഓക്കെ, ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത് EH കട്ട് ബൈ 2ME ആണ്. അതിൻ്റെ വാല്യൂ 9.27 × 10⁻⁻24 A പെർ എന്ന് വെച്ചാൽ ഈ 10⁻24 ഇതിൻ്റെ കൂടെ ഉള്ള യൂണിറ്റ് ആണ് കേട്ടോ, ബൈ അല്ല, ഡിവൈഡഡ് ബൈ അല്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂം കൂടെ ഒന്ന് എഴുതി വെക്കുക. എൻ്റെ മക്കളൊന്ന് നോക്കിയേ, ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് സ്പെക്ട്രൽ ലൈൻസ് തമ്മിൽ തരുന്ന സെപ്പറേഷനാണ്. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. 1.6 × 10⁻³ ആങ്സ്ട്രോം ആണ്. അതുപോലെ തന്നെ ഈ ലാംഡ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 1849 ആങ്സ്ട്രോം എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ. സീറോ ഫീൽഡ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ G∼B.B = HC/λ² ഡെൽറ്റ ലാംഡ വിചാരിക്കാം. ഓക്കെ, അതായത് ഇത് രണ്ടും കൂടെ മിസ് കമ്പയർ ചെയ്യുവാണ്. ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്യുവാണ്. അങ്ങനെയാണ് ഇതിനകത്തും G എന്ന് പറയുന്നത് എന്ത് കിട്ടും, സിമ്പിൾ അല്ലേ, ദാറ്റ് ഈസ് HC ഡെൽറ്റ ലാംഡ ബൈ λ² ഇൻറ്റു ഈ μB/B ഇപ്പുറത്തും ഉണ്ട്. ഒരു ക്വസ്റ്റ്യനെ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് മിസ് ഓൾറെഡി സോൾവ്ഡ് ആയിട്ടുള്ളത് കാണിച്ച് പോകും. ഇനി ഇവിടെ ഒരു ഹിൻഡ് അല്ലെങ്കിൽ ഒരു ട്രിക്ക് പഠിച്ചു വെക്കണം. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ മക്കളെ, ഈ HC/μB എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ലേ ശരിക്കും. H എന്ന് പറയുന്നത് 6.626 × 10⁻34 ആണ്. C എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. μB എന്ന് പറയുന്നത് 9.27 × 10⁻24 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തണം, HC/μB എന്ന് പറയുന്നത് എപ്പോഴും ദാറ്റ് ഇസ് 2.14 × 10⁻4 സെൻറ്റിമീറ്റർ ആണ്. 2.14. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 2 × ക്വസ്റ്റ്യനിൽ ഹിൻഡ് തന്നിട്ടുണ്ട്, അത് 2 × 10⁻4 ആയിട്ടാണ്. അപ്പോൾ അത്ര എടുത്താൽ മതി. 2.14 എടുക്കണം എന്നില്ല, 2 × 10⁻4 ആയിട്ട് എടുത്താൽ മതി. മൈനസ് ഇല്ല എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം ചെയ്ത് നോക്കണേ. G = 1 എന്നാണ് കിട്ടുക. ഒരു കാര്യം കൂടെ ഒന്ന് ട്രിക്കായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുമോ, ദാറ്റ് ഈസ് അതെന്താണെന്ന് വെച്ചാൽ 1 ജിഗ എന്ന് പറയുന്നത് ആക്ച്വലി 10⁻⁻4 ടെസ്ലയാണ്. നമുക്കിപ്പം ക്വസ്റ്റ്യൻ ഏതിലാണ് തന്നിരിക്കുന്നത്, ടെസ്ലയിൽ തന്നെയാണ് തന്നേക്കണത് അല്ലേ. നോക്കട്ടെ, ഓക്കെ, ടെസ്ലയിലാണ് തന്നിരിക്കുന്നത്. അപ്പം മാറ്റാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. 1 ജിഗ എന്ന് പറയുന്നത് 10⁻⁻4 ടെസ്ലയാണ്. അപ്പോൾ ജിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു ആറ്റമിക് ട്രാൻസിഷൻ തന്നിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു ക്ലൂ ഉണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അതായത് ഒരു ആറ്റമിക് ട്രാൻസിഷൻ തന്നിട്ടുണ്ട്. 1Pയിൽ നിന്ന് 1Sലേക്കാണ് ട്രാൻസിഷൻ. അതായത് 1P to 1S എന്ന് വെച്ചാൽ അപ്പർ ലെവൽ Pയും ലോവർ ലെവൽ S എന്നുമാണ് അർത്ഥം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഒരു ട്രാൻസിഷൻ നടക്കുവാണ്. മാഗ്നറ്റിക് ഫീൽഡ് 1 ടെസ്ലയാണ്. ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷോസ് സീമാൻ സ്പ്ലിറ്റിംഗ് ആണ് നടക്കുക. ബോർ മാഗ്നറ്റോൺ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ, അതായത് ലാംഡയാണത്, സെപ്പറേഷൻ അല്ലല്ലോ. അപ്പോൾ ലാംഡയാണ് സെപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ സെപ്പറേഷൻ കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചേ. നമുക്ക് ഇപ്പോൾ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചു, അത് വെച്ച് എങ്ങനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുമോ? ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോക്കിക്കേ. എടാ ഇത് ചെയ്യാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു ക്ലൂ മിസ് പറഞ്ഞോട്ടെ. ഈ ക്വസ്റ്റ്യനിൽ 1P തൊട്ടിട്ട് 1S ട്രാൻസിഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1P to 1S ആണ് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ നിന്ന്, അതായത് ക്വസ്റ്റ്യൻ നമ്മളെ കൺസെപ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സാമ്പിളാണ് മിസ് ഈ ക്വസ്റ്റ്യൻ കാണിക്കുന്നത്. എൻ്റെ മക്കൾ നോക്കിയേ, ഈ ഒരു ഭാഗത്താണ് 1 തന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് മൾട്ടിപ്ലിസിറ്റിയാണ്. അതേസമയം ഈ ഭാഗത്താണെങ്കിൽ അത് ചിലപ്പം ആറ്റമിക് അല്ലെങ്കിൽ മാസ് നമ്പർ അങ്ങനെയൊക്കെയല്ലേ, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര ഉണ്ടെന്നാണ് കാണിക്കുക അല്ലേ. അപ്പോൾ കറക്റ്റ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചേർന്നിരിക്കുന്ന സത്യം പറഞ്ഞാൽ 2s+1 വാല്യൂവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 2s+1 ആണ് 1 എന്നാണ് പറയുക. ഇതിൻ്റെ ഉത്തരം 1 കിട്ടണമെങ്കിൽ എസിൻ്റെ വാല്യൂ എന്താണെങ്കിലും 0 ആകണം, എന്നാലല്ലേ ഈ 1 കിട്ടുകയുള്ളൂ. അപ്പോൾ S = 0 എന്നാണ് ആക്ച്വലി ഇവിടെ ഈ ഒരു ട്രാൻസിഷൻ നമ്മളെ ഓർപ്പിക്കുന്നത്. അതായത് S = 0 എന്ന് വെച്ചാൽ സിംഗ്ലറ്റിലേക്കാണ് ചെല്ലുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളെ ഓർപ്പിക്കുക. അപ്പോൾ സിംഗ്ലറ്റിലേക്ക് ചെല്ലുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും?
അവിടെ നോർമൽ സീമാൻ എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദാറ്റ് ഇസ് നോർമൽ സീമൻ എഫക്റ്റ് എന്നല്ല, സീമാൻ എഫക്റ്റ് എന്ന് തന്നിട്ടുള്ളൂ, നോർമൽ എന്ന് തന്നിട്ടുണ്ട് ഇല്ല അല്ലേ. അപ്പം S1 അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണെങ്കിലും നോർമൽ സീമാൻ എഫക്റ്റ് ആണ്, അല്ലാതെ 3 സ്പ്ലിറ്റിംഗ് എന്നൊന്നും തന്നിട്ടില്ല. പക്ഷേ വേറൊരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ദാറ്റ് ഇസ് S=0 ആണെങ്കിൽ നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത് ഓക്കെ, നെവർ മൈൻഡ്, ഇത് നമുക്കറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇക്വേഷൻ നമുക്കറിയാം, 2 ഇക്വേഷനിൽ നിന്നും ഡെൽറ്റ ലാംഡ കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെയ്യാം? അപ്പം എനിക്ക് ഡെൽറ്റ ലാംഡ, ഇത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കും കേട്ടോ. ഡെൽറ്റ ലാംഡ എന്താണെന്നാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. മിസ്സിന് അറിയാം ഇത് നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നടാ, g/b. അതുപോലെ തന്നെ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് hc/λ² ഇൻറ്റു ഡെൽറ്റ ലാംഡ. മിസ്സിന് ഈ ഡെൽറ്റ ലാംഡ കണ്ടുപിടിച്ചാൽ മതി. ഏതായാലും ഞാനിത് വേറൊന്നും അറിയത്തില്ല കേട്ടോ. ഈ 2 ഇക്വേഷൻ എന്താണെങ്കിലും മിസ്സിന് ബൈ ഹാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ലാംഡ എന്ത് ചെയ്യും? ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ഇതിനെ ഇവിടെ നിർത്തി ഡെൽറ്റ ഇ ഇൻറ്റു λ²/hc. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇതെല്ലാം ഗിവൺ ആണെങ്കിൽ എനിക്ക് കണ്ണടച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ലാംഡ ചെയ്യാൻ പറ്റും. പക്ഷേ മിസ്സിന് അറിയത്തില്ലടാ എന്താണ് ആക്ച്വലി ഡെൽറ്റ ഇ എന്ന്. പക്ഷെ ഒരു കാര്യം, അപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പം എനിക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ ഇ എന്താണെന്ന്, g/b. ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പോരെ? അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ hc/μb എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കാണാതെ എനിക്കറിയാം. ദാറ്റ് ഈസ് എത്രയായിരുന്നു? 2.14 × 10⁴. ഇത് നേരെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ? അപ്പോൾ കുറച്ച് വാല്യൂസ്, അതുപോലെ തന്നെ ലാംഡ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്താൽ പോരെ? അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത്രയും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡെൽറ്റ ഇയിലേക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എത്ര ആൻസർ കിട്ടുന്നതെന്ന് പോസ് ചെയ്യുക, പറയാം കേട്ടോ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. അതായത് ഒരു 2.920 × 10⁻18 റേഞ്ചൊക്കെ കിട്ടും. അത്രയും മീറ്റർ റേഞ്ചൊക്കെ കിട്ടും. അപ്പം നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് 0.00291 എന്നുള്ള റേഞ്ചിലാണ് കിട്ടുക. അപ്പം ഈ ഓപ്ഷനിലേക്ക് നോക്കുമ്പം ഈ ഓപ്ഷൻ ഇല്ല ആക്ച്വലി. അപ്പം അങ്ങനെ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഈ ഉത്തരം തന്നെയാണ് കിട്ടുക. എക്സാമിനാണെങ്കിലും നമുക്ക് അധികം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിലും ഇഫ് യു ഗെറ്റ് ദിസ്, നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടുന്ന അടുത്ത് നിൽക്കുന്ന വാല്യൂ ഏതാ നോക്കുക. 1.0 ഉണ്ട് ഓപ്ഷനിൽ, 0.1 ഉണ്ട്, 0.01 ഉണ്ട്, 10 നാനോമീറ്റർ. ഇതെല്ലാം നാനോമീറ്റർ റേഞ്ചാണ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിൽക്കുന്ന 0.01 ആണ്. അപ്പോൾ ഏറ്റവും അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത് 0.01 നാനോമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് ഒരു നോർമൽ സീമാൻ എഫക്റ്റ് ആണ് എക്സ്പെരിമെൻറ്റ് യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു നോർമൽ, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, അതായത് ബി തന്നിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് ബിറ്റ്വീൻ ദ കമ്പോണൻസ് ഓഫ് ഇത് ലാംഡ തന്നിട്ടുണ്ട്, 660 നാനോമീറ്റർ സ്പെക്ട്രൽ ലൈൻ. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ബിറ്റ്വീൻ ദ കമ്പോണൻസ് ആണ് ചോദിക്കുന്നത്. സ്പ്ലിറ്റിംഗ് ബിറ്റ്വീൻ ദ കമ്പോണൻസ് എന്ന് ചോദിച്ചാലും സെപ്പറേഷൻ ചോദിച്ചാലും ഒക്കെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയേണ്ട മക്കളെ? ഡെൽറ്റ ലാംഡ കണ്ടുപിടിക്കാനാണ്. കാരണം സെപ്പറേഷൻ അല്ലാതെ കമ്പോണൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ലാംഡയാണ്. അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ലാംഡ. ഡെൽറ്റ ലാംഡ കണ്ടുപിടിക്കാവോ? ഹോംവർക്കായിട്ട് ചെയ്യുമോ? ചെയ്തിട്ട് പറയുമോ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇത് എന്ത് ചെയ്യുക? ഡെൽറ്റ ഇ കണ്ടുപിടിക്കുക. ഓൾറെഡി നമുക്കറിയാം. അടുത്ത ഡെൽറ്റ ഇ എഴുതുക. ഡെൽറ്റ ഇ g/b ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായി കാണുമല്ലേ, ജി എന്താ എടുത്തേ എപ്പോഴും 1 എന്ന്? അത് ഡൗട്ട് ഉണ്ടായിരുന്നോ? ഓക്കെ, അത് മിസ് പറയാൻ വിട്ടു കേട്ടോ. അതായത് നോർമൽ സീമൻ എഫക്റ്റിൻ്റെ കേസിൽ എപ്പോഴും G1 ആയിട്ട്, ഇഫ് ജി കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ കേട്ടോ. അതായത് ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ജി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ, അതായത് ഒരു നോർമൽ സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് നോർമൽ സീമൻ എഫക്റ്റിന് ജി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇക്വേഷൻ ഒന്നും എഴുതണ്ട, ഓൾറെഡി അങ്ങ് പഠിച്ചു വെക്കുക. നോർമൽ സീമൻ എഫക്റ്റ് ആണെങ്കിൽ ജിയുടെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. G always 1 for normal Seeman effect. ഓക്കെ. സോ അപ്പം നേരത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഡൗട്ട് വന്ന് അവിടെ സ്റ്റോപ്പ് ആയെങ്കിൽ സോറി, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ G1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ G1 ആക്കി ചെയ്യാം കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവാം സീമാൻ എഫക്റ്റിൻ്റെ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുമോ, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമോ? നോക്കിക്കേടാ, 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പറഞ്ഞേക്കണം നോക്കിക്കേ, എ സ്പെക്ട്രൽ ലൈൻ, വളരെ ശ്രദ്ധിക്കണേ, ഭയങ്കര രസമാണ് ഇത് പഠിക്കാൻ. ആ സ്പെക്ട്രൽ ലൈൻ ഡ്യൂ ടു എ ട്രാൻസിഷൻ ഫ്രം ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാൻ പോവാണ് കേട്ടോ. എ സ്പെക്ട്രൽ ലൈൻ ഡ്യൂ ടു എ ട്രാൻസിഷൻ ഫ്രം ആൻ ഇലക്ട്രോണിക് സ്റ്റേറ്റ്. അതായത് ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷൻ മൂലമുണ്ടാകുന്ന സ്പെക്ട്രൽ ലൈൻ പി ടു ആൻ എസ് സ്റ്റേറ്റ്. അതായത് പിയിൽ നിന്ന് എസ്സിലേക്കാണിത് വരിക. അപ്പോൾ അതായത് പിയിൽ നിന്ന് എസ്സിലേക്ക് ഒരു ട്രാൻസിഷൻ നടന്ന സമയത്ത് 3 സീമൻ ലൈനുകളായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്തു എന്നാണ് കാണിക്കണത്. 1 2 3. ഓക്കെ, സോ 3 എനിക്ക് കിട്ടി, 3 എന്ന് കിട്ടി മിസ്സിന്. അതിൻ്റെ അർത്ഥം ഇതെന്താണെങ്കിലും നോർമൽ സീമാൻ എഫക്റ്റ് ആണ്. ഓക്കെ, എൻ്റെ മനസ്സിലതിരുന്നോട്ടെ, മനസ്സിലായി. ഇൻ ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോഴേ സീമാൻ എഫക്റ്റ് ആണല്ലോ. ഓക്കെ, സ്പ്ലിറ്റ് ഇൻറ്റു 3 സീമാൻ. ഓക്കെ, സ്ട്രോങ് എന്നൂടെ പറഞ്ഞിട്ടുണ്ടടാ. സ്ട്രോങ് ആകുമ്പോൾ പാഷൻ ബാക്ക് എഫക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരും അല്ലേ? ഓക്കെ, അവിടെ നിൽക്ക്, നമുക്ക് ബാക്കി നോക്കാം. അറ്റ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സ്ട്രെങ്ത് ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അനോമലസ് സീമൻ എഫക്റ്റിലുള്ള നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ് നോക്കേണ്ടത്. അതായത് കുറേ കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചേക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് ഒരു സ്പെക്ട്രൽ ലൈൻ ഉണ്ടായിരുന്നു. അത് സ്പെക്ട്രൽ ലൈൻ ആര് മൂലമുള്ള ഒരു ട്രാൻസിഷൻ, അതായത് പി ടു എസ് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ മൂലം ഉണ്ടായ സ്പെക്ട്രൽ ലൈൻ ഡിവൈഡ് ഇൻറ്റു 3 സീമൻ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സ്ട്രെങ്ത് ദ നമ്പർ. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇത്രയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് സ്ട്രെങ്തിൽ എത്ര നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും. നെവർ മൈൻഡ് അബൌട്ട് ദിസ് ഇസ് സ്ട്രോങ്, ദിസ് ഇസ് വീക്ക് ഓർ ദിസ് ഇസ് ഇൻ്റർമീഡിയറ്റ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. വി ക്യാൻ എന്താ പറയുക, നമുക്ക് ആകെ നോക്കേണ്ടത് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് മാത്രമാണ്. സോ അത് ഏതാണെന്നുള്ളത് നെവർ മൈൻഡ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എപ്പോഴും ഓർത്തോണം. ഏതൊരു ക്വസ്റ്റ്യനും ആറ്റമിക്കിൻ്റെ ആണെങ്കിലും ഇപ്പം നമ്മൾ പറയാണ് ട്രാൻസിഷൻസ്. ഇപ്പം മിസ്സ് പറയാണ്, മിസ്സ് നമ്മൾ ഇന്ത്യയിലാണുള്ളത്, ഒരു ക്ലൂ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്താ പറയുക, യു കെയിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെറുതെ നമുക്ക് ഞാൻ വിചാരിക്കുകയാണ് നാളെ എനിക്ക് യു കെ പോകണം, ഞാൻ എൻ്റെ കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് യു കെയിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പറ്റില്ല. അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഒരുപാട് കാര്യങ്ങളും, അപ്പം അവിടെ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ എക്സാമിനേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനാ പറയുന്ന കുറേ റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എബ്രോഡിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് ഒരു ട്രാൻസിഷൻ നമുക്ക് പറ്റുള്ളൂ. തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ടും. അപ്പം എപ്പോഴും ലോകത്തിലുള്ള എന്ത് കാര്യത്തിലും ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ദെയർ ആർ സർട്ടൻ റൂൾസ്. കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം, കുറച്ച് റൂൾസ് ഒബേ ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെയും മിസ് പറയാണ് ഒരു ട്രാൻസിഷൻ നടന്നു, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ദർ ആർ സർട്ടൻ റൂൾസ്. എന്ത് റൂളാണുള്ളതെന്ന് നോക്കാം. അപ്പം ട്രാൻസിഷൻ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക കേട്ടോ. ദർ ആർ സർട്ടൻ റൂൾസ്. എപ്പോഴും ഓർത്തോണം. അടുത്തൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, സീമാൻ എഫക്റ്റുകളുടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റൂൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് MJ എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്വാണ്ടം നമ്പറിൻ്റെ ഒരു കാര്യമാണ് M. അപ്പോൾ MJയുടെ വാല്യൂ ഇപ്പോൾ സെലക്ഷൻ റൂളുകളാണ്. നമ്മൾ ഈ റൂൾസിനെ പറയുന്നത് സെലക്ഷൻ റൂളുകൾ എന്നാണല്ലോ. ഒരു മിനിറ്റ്, ഇതാണ് ആക്ച്വലി നമ്മുടെ റൂള്. ഡെൽറ്റ MJ = 0 ± എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഈ റൂള് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ റൂളുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസിഷൻസ് നടക്കുകയുള്ളൂ. ട്രാൻസിഷൻസ് ചിലപ്പോൾ ഇപ്പം നമുക്ക് ഇമാജിനറി ആയിട്ട് പറയാൻ പറ്റും. കുറേ സ്റ്റേറ്റുകളുണ്ടെന്ന് വിചാരിച്ചു, P സ്റ്റേറ്റ്, S സ്റ്റേറ്റ്. അപ്പം ഞാൻ മിസ്സ് പറയാണ് ഇവിടെ നിന്ന് ഇവിടേക്ക് പോസിബിളാണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് പോസിബിളാണ്, ഇവിടെ നിന്ന് ഇവിടേക്ക് പോസിബിളാണ്, ഇവിടെ മിസ്സ് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് എല്ലാം എഴുതി വെച്ചു, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പോസിബിലിറ്റി. എന്നിട്ട് മിസ്സ് എന്താ ചെയ്യുക, നോർമലി ഈ സെലക്ഷൻ റൂൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ 0യും ±1 ഇതിൽ കിട്ടുന്നുണ്ടോ വാല്യൂ എന്ന് നോക്കും. കിട്ടുവാണെങ്കിൽ മാത്രമേ അത് സത്യം പറഞ്ഞാൽ അലോ ചെയ്യുന്ന ട്രാൻസിഷൻ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇമാജിനറി നമുക്ക് പറയാം മേളിൽ നിന്ന് താഴേക്ക് വന്നു, താഴെ നിന്ന് മേളിലേക്ക്
സൈഡിലേക്ക് പോയി. ബട്ട് ഇമാജിനറി ആണത്. വി കാൺ സേ ദാറ്റ് ഇറ്റ് ഈസ് അലോഡ്. സോ അലോ ചെയ്യുന്നോ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ യു ഹാവ് ടു യൂസ് സം സെലക്ഷൻ റൂൾ. കുറേ സെലക്ഷൻ റൂൾ ഇനിയും നമ്മൾ പഠിക്കും. ഇപ്പം തന്നെ എഴുതി പോവുക. ഒരു സെലക്ഷൻ റൂൾ ഫോർ ദ സീമാൻ എഫക്റ്റ് ഈസ് ഡെൽറ്റ എം ജെ വിച്ച് ഇസ് ഈക്വൽ ടു 0 ± 1. ഇനി പിയിൽ നിന്ന് എസ്സിലോട്ടുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ പി ആണ് ശരിക്കും എക്സൈറ്റഡ്, എസ് ആണ് ശരിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ട്രാൻസിഷൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ട്രാൻസിഷന് പറയാനായിട്ട് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പർ എന്ന് പറയുന്നത് പി ആണ്. പി എന്ന് വെച്ചാൽ 3/2 സ്റ്റേറ്റും ഉണ്ട്, 1/2 സ്റ്റേറ്റും ഉണ്ട്. അറിയത്തില്ലെങ്കിൽ പഠിച്ചു വെക്കുക. പി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 3/2 ഉണ്ട്, 1/2 ഉണ്ട്. എസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ജെ ഇസ് ഈക്വൽ ടു ഹാഫും വരും. ഹാഫ്. അപ്പം അതിൻ്റെ അപ്പർ ലോവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാഫ് എന്ന് ഓക്കെ ഹാഫ്, അതായത് അത് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണെടാ. ഒരു മിനിറ്റ്. എസ് എന്ന് പറയുമ്പോൾ സിംഗ്ലറ്റ്, ഗോഡ്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പി ഓർബിറ്റൽ എന്ന് പറയുമ്പം ജെ ഇസ് ഈക്വൽ ടു 3/2 1/2. അതുപോലെ തന്നെ എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ സിംഗ്ലറ്റ് സ്റ്റേറ്റ്, ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ. ദാറ്റ് ഇസ് 1/2. ദാറ്റ് ഇസ് 1/2 എന്നല്ല, ഒറ്റ സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് ഹാഫാണ്. ഓക്കെ, അത് ജസ്റ്റ് അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസിഷൻസ് കണ്ടുപിടിക്കുക? അതായത് മിസ് പറഞ്ഞു പിയിൽ നിന്ന് എസ്സിലോട്ടുള്ള സമയത്തുള്ള സ്പെക്ട്രൽ ലൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിയിൽ തന്നെ 2 എണ്ണം ഉണ്ട്, 3/2ഉം 1/2ഉം. ഇതിൽ 1/2. ഓക്കെ, വരാം എങ്ങനെ ട്രാൻസിഷൻ കണ്ടുപിടിക്കും. അപ്പം പിയുടെ ആൾക്കാരാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എം ജെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മിസ് 3/2 എടുത്തു. ജെ ഈക്വൽ ടു 3/2യുടെ എം ജെ വാല്യൂസ് എന്ന് വെച്ചാൽ പ്ലസ് ജെ തൊട്ട് മൈനസ് ജെ വരെ, അല്ലെ മൈനസ് ജെ തൊട്ട് പ്ലസ് ജെ വരെ. ജെ എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പം -3/2. ഓക്കെ, അപ്പം ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കണേ. അപ്പം ജെ ഇസ് ഈക്വൽ ടു 3/2 ആകുമ്പോൾ എം ജെയുടെ വാല്യൂസ് ഇത്രയും. പിയുടെ കേസിൽ തന്നെ ജെ ഈക്വൽ ടു 1/2 ആകുമ്പോൾ എം ജെയുടെ വാല്യൂ ഇത്രയും. ഈ ആൾക്കാർ ഇനി എങ്ങോട്ടാണ് ട്രാൻസിറ്റ് ചെയ്ത് വരുന്നത്? ഞാൻ തുടയ്ക്കുവാണേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇനി എസ് ഓർബിറ്റലിൽ ജെ ഹാഫാണ്, എം ജെയുടെ വാല്യൂ പ്ലസ് ഹാഫ് തൊട്ട് മൈനസ് ഹാഫ് വരെ, പ്ലസ് ഓർ മൈനസ് ഹാഫ് വരെ എന്നുള്ള കേസാണ്. ഇനി പി, അപ്പോൾ ആദ്യത്തെ ട്രാൻസിഷൻ നമ്മൾ നോക്കുന്നത് പിയുടെ 3/2 നിന്ന് എസിൻ്റെ ഹാഫിലോട്ടുള്ള ട്രാൻസിഷൻ. അതെങ്ങനെ വരും? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ ഒന്നുകൂടെ പറയാണ്. അപ്പോൾ എന്താ നോക്കേണ്ടത്? പിയുടെ 2 ആൾക്കാരുണ്ട്, 3/2 ഉണ്ട്, 1/2 ഉണ്ട്. അപ്പോൾ ആദ്യം പിയുടെ 3/2 നിന്ന് എസിൻ്റെ 1/2 ഫുള്ള് നോക്കണം. അതുപോലെ തന്നെ പിയുടെ 1/2 നിന്ന് എസിൻ്റെ എന്താ ചെയ്യുക, 1/2 ഫുള്ള് നോക്കണം. ഇങ്ങനൊരു ടേബിൾ വരയ്ക്കുവാണ്, പറഞ്ഞുതരാം കേട്ടോ. ഡെൽറ്റ എം ജെ, ഇവിടെ എം ജെ ഡെൽറ്റ എം ജെ, പിന്നെ അലോഡ് ട്രാൻസിഷൻ എന്ന് നോക്കുവാണ്. അപ്പോൾ ആദ്യം മിസ് എഴുതിയേക്കുന്ന എം ജെ എന്താണെന്ന് വെച്ചാൽ അപ്പറാണ് കേട്ടോ, അപ്പർ സ്റ്റേറ്റ് ആണ്. ഇത് ലോവർ സ്റ്റേറ്റ്, ഇത് ഡെൽറ്റ എം ജെ, അങ്ങനെയാണ് പോയേക്കണത്. അപ്പം ആദ്യം നോക്കുന്ന ട്രാൻസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പി ആണ്. പിയുടെ 3/2 പിന്നെ എസിൻ്റെ 1/2 ട്രാൻസിഷൻ. അതായത് ഈ 3/2യുടെ എം ജെ വാല്യൂസ് എന്ന് വെച്ചാൽ -3/2, അതുപോലെ തന്നെ -1/2. ഇത് ഞാൻ എഴുതിയേക്കണത് കാണിച്ചാലായിരിക്കും കുറച്ചും കൂടി. കണ്ടില്ലേ, ഇതാണ് ട്രാൻസിഷൻ. ഒന്നാമത്തെ ട്രാൻസിഷൻ 3/2 നിന്ന് 1/2 അതായത് ഡെൽറ്റ ജെ എന്ന് പറയുന്നത് ശരിക്കും -3/2 തൊട്ട് +3/2 വരെ. ഇതാണ് അപ്പർ ലെവല്. ലോവർ എന്ന് പറയുന്ന ഡെൽറ്റ എം ജെ എന്ന് വെച്ചാൽ എസിൻ്റെ പ്ലസ് ഓർ മൈനസ് ഹാഫ്. അപ്പോൾ ആദ്യം ഞാൻ പറയാണ്, അതായത് എം ജെയുടെ വാല്യൂസ് എൻ്റെ കയ്യിലുണ്ട്, -3/2. അപ്പോൾ ഇങ്ങനെ എഴുതി, അതായത് ഇത് പിയുടെ 3/2ൻ്റെയും ഇത് എസിൻ്റെ 1/2ൻ്റെയും. എന്നിട്ട് എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഓരോന്നും നോക്കണം. ഓരോന്നും എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ -3/2ഉം -1/2ഉം നോക്കണം. -3/2ഉം 1/2ഉം ചെയ്യണം. അതായത് അപ്പർ പി ആണ്, ലോവർ ആരാ? എസ്. അതായത് ലോവർ മൈനസ് അപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസിഷൻ നോക്കണം. എന്നിട്ട് ഡെൽറ്റ എം ജെയുടെ വാല്യൂ എന്ത് കിട്ടണം? 0 ± 1 ആണോ കിട്ടുന്നതെന്ന് നോക്കണം. ഇത് കിട്ടുന്നതൊക്കെ പോസിബിളാണ്. അടുത്തത് എന്ത് ചെയ്യണം? -1/2ഉം -1/2ഉം +1/2ഉം നോക്കണം. 1/2ഉം മൈനസും പ്ലസും നോക്കണം. 3/2 ഇങ്ങനെ നോക്കണം. അടുത്ത കേസ് പിയുടെ 3/2ൻ്റെ മൊത്തം കഴിഞ്ഞു. ഇനി പിക്ക് വേറൊരു ഡബിളറ്റാണ് പി എന്ന് പറയുന്നത്. 3/2ഉം 1/2ഉം ഉണ്ട്. അപ്പോൾ -1/2ഉം 1/2ഉം വിത്ത് റെസ്പെക്ട് ടു എസിൻ്റെ -1/2ഉം 1/2ഉം വെച്ചിട്ട് ഫുൾ ടേബിൾ വരയ്ക്കുകയാണ് ചെയ്യുക. ഈ ഫുൾ ടേബിൾ വരച്ചിട്ട് ട്രാൻസിഷൻസ് അലോ ആണോ അല്ലയോ എന്നാണ് നോക്കുക. ഇങ്ങനെ ഇരുന്ന് എല്ലാത്തിൻ്റെയും നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ലോവർ,
മുകളിലത്തെയാണ് എൻ്റെ എസ് ആണ് എൻ്റെ ലോവർ. അപ്പോൾ ഞാൻ ഓരോന്നും നോക്കുവാണ്. അതായത് ഡെൽറ്റ എം ജെ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ആദ്യത്തെ എൻ്റെ ട്രാൻസിഷൻ ഞാൻ നോക്കുന്നത് എന്ത് ചെയ്യണം, -1/2 -3/2 ഇത് രണ്ടും പ്ലസ് ആയിപ്പോയി. ദാറ്റ് ഈസ് 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ 2 എന്ന് കിട്ടിയാൽ ട്രാൻസിഷൻ അലോഡ് അല്ല, കാരണം ഡെൽറ്റ എം എൽ ഇസ് ഈക്വൽ ±10 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ട്രാൻസിഷൻ അലോ അല്ല. അങ്ങനെ ഓരോന്നും നോക്കണം. അടുത്തത് -3/2 -1/2 നോക്കണം. -1/2 -1/2 ലോവറിൽ നിന്നാണ്. അടുത്ത -1/2 -1/2 അങ്ങനെ ഓരോ കേസും നോക്കുക. ഓക്കെ, ഇത് കുറച്ചും കൂടെ ക്ലിയർ ആകും. അതായത് ഇതാണ് നമ്മൾ പി ഓർബിറ്റലിൻ്റെ എടുത്തേക്കണത്. പി ഓർബിറ്റലിൻ്റെ ജെ ഈക്വൽ ടു 3/2. അപ്പോൾ അതിന് ഇത്രയും പോസിബിളാണ്. അത് എസ്സിലോട്ട് എങ്ങനെയൊക്കെ പോസിബിൾ ആവും എന്നുള്ളത് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ കറക്റ്റ് ട്രാൻസിഷൻസ്. ഇതൊന്ന് എഴുതി നോക്കുക ഇതെല്ലാം കിട്ടുന്നുണ്ടോയെന്ന്. ലോവർ മൈനസ് അപ്പർ. ലോവർ എന്ന് പറയുന്നത് എസ്സിൻ്റെ കാര്യമാണ്, അപ്പറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്പീഡ്. അങ്ങനെ ഓരോ ട്രാൻസിഷനും ഡെൽറ്റ എം ജെ വാല്യൂസ് നോക്കുമ്പോൾ ആകെ -1 -1 0 1 0 +1 മാത്രമേ അലോഡ് ആവത്തുള്ളൂ. അടുത്ത മിസ് എഴുതിയിരിക്കുന്ന ടേബിൾ എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാവോ? പി എന്ന് പറയുന്നത് 1/2ൻ്റെ ടേബിൾ. അതായത് അപ്പർ 1/2 എസ് ലോവർ 1/2 ആവുന്ന കേസ്. അപ്പം 1/2 ആകുമ്പം ±1/2 ആകും എം ജെയുടെ വാല്യൂസ്. ഇവിടെയും ±1/2 ആകും. അപ്പം അത് ഫുള്ള് നോക്കണം. അതായത് പി ഓർബിറ്റൽ -1/2 +1/2, അതായത് അപ്പോൾ എസ് ഓർബിറ്റലും +1/2 -1/2 -1/2 ഇത് രണ്ടും അതിൻ്റെ അപ്പം ലോവർ മൈനസ് അപ്പർ അങ്ങനെ ചെയ്ത് നോക്കുക. ട്രാൻസിഷൻസ് എഴുതുക. അതാണ് ഈ എഴുതി വെച്ചേക്കണം. അവിടെയും കുറേ ട്രാൻസിഷൻ. അങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ നമുക്ക് 10 ട്രാൻസിഷനാണ് കിട്ടുക. അപ്പോൾ 10 ട്രാൻസിഷനാണ് പോസിബിൾ ആവുക എന്ന് നോക്കുക, മനസ്സിലാക്കുക. ഇനി ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത് ആകും ഒത്തിരി. അപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ അറ്റോമിക് ലൈൻ തന്നിട്ടുണ്ട്. 9 ആയിട്ട് കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഒരു ആറ്റോമിക് സ്പെക്ട്രൽ ലൈൻ നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്. അത് 9 കമ്പോണൻസ് ആയിട്ടാണ് ഡ്യൂ ടു സീമൻ ഷിഫ്റ്റ്. അപ്പോൾ നോർമൽ സീമൻ ഷിഫ്റ്റ് അല്ല, കാരണം 9 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. മോർ ദാൻ 3 ആണെങ്കിൽ അത് അനോമലസ് ആവാം, പാഷൻ ബാക്ക് ആവാം, എന്തും ആവാം. ഇഫ് ദ അപ്പർ സ്റ്റേറ്റ് ഓഫ് ദ ആറ്റത്തിൻ്റെ അപ്പർ സ്റ്റേറ്റ് 3d2 എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോവർ സ്റ്റേറ്റ് എന്താണ്? ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ സ്റ്റേറ്റ് 2 സ്റ്റേറ്റും തന്നിട്ട് നമ്പർ എത്ര കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്നായിരുന്നു കാണേണ്ടത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല രസമില്ല ഇത് പറയാൻ തന്നെ ഒരു രസമുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം സ്പ്ലിറ്റിംഗ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ അടിയിലത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണെന്ന് അല്ലെങ്കിൽ ലോവർ സ്റ്റേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ ഓരോ ഓപ്ഷനും നമ്മൾ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മക്കൾ കണ്ടോ, ആദ്യത്തെ ഓപ്ഷൻ മിസ് എടുത്തു 3f2. അതായത് നമുക്കറിയാം ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടേം എങ്ങനെ എഴുതുന്നതെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് ഇതറിയാം. 3s+1 LJ. താഴെയുള്ളത് ശരിക്കും ജെയുടെ വാല്യൂ ആണ്. അപ്പോൾ ജെ ഓൾറെഡി 2 ആണ്. MJ ഇത് ML അല്ല കേട്ടോ, MJ എന്ന് എഴുതിയാൽ മതി. MJ. അങ്ങനെ ഓരോ MJ വാല്യൂസ് ആരുമായിട്ട് കറസ്പോണ്ട് ചെയ്യണം. അപ്പർ ലൈൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു ക്വസ്റ്റ്യൻ? എത്രയായിരുന്നു? 3d2. അപ്പോൾ 3d2 ആണ് അപ്പർ ലൈൻ. അപ്പർ ഇതിൻ്റെയും J = 2 തന്നെയാണ്. അപ്പോൾ MJയുടെ വാല്യൂസ് ചെയ്യുക. അപ്പർ എന്ന് പറയുന്നത് 3d2 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ലോവർ ഓപ്ഷൻ A അതാണ് ഗ്രൗണ്ടായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്പർ ഓഫ് ട്രാൻസിഷൻ 9 എണ്ണം പോസിബിൾ ആണോ എന്ന് നോക്കണം. ഇവിടെ ആകെ 3, 4, 5 എണ്ണേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ A അല്ല, അടുത്ത ഓപ്ഷൻസ് എടുക്കണം. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 2 ഓപ്ഷൻസ് ഒരുപോലെ 9 കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതായത് 3p1ഉം അതുപോലെ തന്നെ 3p1ഉം കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. 3p1 അതുപോലെ തന്നെ എഫിൻ്റെ ഏതോ ഒരു ടേം. പക്ഷേ എഫിൻ്റെ ഒരിക്കലും നമുക്ക് പോസിബിൾ ആവത്തില്ല ട്രാൻസിഷൻസ്. അതായത് അത് ഒരുപാട് അകലെയാണ്. അപ്പം നമുക്ക് അത്ര എന്താ പറയുക. അപ്പം J = 2 എന്നുള്ളൊരു പിന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടേടാ. ഓപ്ഷൻ A തന്നേക്കുന്ന ശരിക്കും എന്താണെന്ന് നോക്കിയാൽ മക്കളെ 3f2 ആണ്. അതായത് J2 ആണ്. ആ ട്രാൻസിഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ മക്കൾ നോക്കണം, ഓപ്ഷനിൽ വേറെ ഏതെങ്കിലും J2 ആയിട്ടുണ്ടോ? ഓപ്ഷൻ D2 ആണ്. ഇതാണെങ്കിൽ ട്രിക്കാണ് കേട്ടോ, എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളതിൻ്റെ ട്രിക്കാണ്. അടുത്ത ഓപ്ഷൻ ഡിയിലും 2 തന്നിട്ടുണ്ട്, J = 2. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്താണെങ്കിലും 9 എണ്ണം കിട്ടത്തില്ലെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഓപ്ഷൻ ഏതാ? അങ്ങനെയാണ് റിമൈനിങ് ഓപ്ഷൻസ് ഇത് രണ്ടുമാണ്, 3p1ഉം 3f1ഉം. അതിൽ 3f1ൻ്റെ സാധ്യത വളരെ കുറവാണ്. കാരണം ഇവർ അതായത് SP അതായത് SPDF
ട്രാൻസിഷൻ ഫ്രം ഡി ആണ്. ഇവിടോട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ദൂരമാണ്, അപ്പർ ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. ശരിക്കും ഡിയിൽ നിന്നൊരു ട്രാൻസിഷൻ പിയിലേക്കാണ് ഏറ്റവും അടുത്ത ട്രാൻസിഷൻ. അതാണ് എപ്പോഴും ഇപ്പോൾ ആറ്റം എപ്പോഴും ഏറ്റവും അടുത്ത് ലോവർ എനർജി അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും മിനിമൽ ആക്കിക്കൊണ്ട് നിൽക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും അടുത്തത് പി ആണ് എഫിനെക്കാട്ടിലും ഡിക്ക്. അപ്പോൾ പി ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇതാന്ന് തോന്നുന്നു, ഇത് മിസ് ചെയ്തിട്ടുണ്ട്. 9 ട്രാൻസിഷൻസ് നടക്കുന്നത് അപ്പം പിയിലാണ്. അപ്പോൾ അതാണ് ഉത്തരം 3p1 ആണ്. 5ൻ്റെ ആൻസർ 3p1. ഓക്കെ, ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യണേ. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കിയാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇക്വേഷൻ പഠിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ. അപ്പം ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സീമൻ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് ഓഫ് ദ എനർജി ഓഫ് എ സ്റ്റേറ്റ് വിത്ത് ക്വാണ്ടം നമ്പർ LSJ. അപ്പം കപ്ലിംഗ് ഒക്കെ വന്നപ്പോൾ തന്നെ നോർമൽ സീമാൻ എഫക്റ്റ് അല്ല, കപ്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സീമൻ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് എനർജിയുടെ. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡാണ്, GS എന്ന് പറയുന്ന G ഫാക്ടറാണ്, μB/h കട്ടൊക്കെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താ? അപ്രോക്സിമേറ്റ് ഫ്രീക്വൻസി ഷിഫ്റ്റ്. എപ്പോഴും ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഫ്രീക്വൻസി ഷിഫ്റ്റ് Δν ആണ്. ദാറ്റ് ഈസ് μB.B/h. ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ, μB.B/h. അപ്പോൾ എന്താ എൻ്റെ മക്കൾ ഓർക്കേണ്ടത്? സീമാൻ എഫക്റ്റിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ Δν = എന്താ പറഞ്ഞത്? μB/B/h ആണ്. ഓക്കെ, അപ്പം μB/h എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 1.4 ആണ് μB/h. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലുടെയും കുഴപ്പമുണ്ടോ? ബിയും തന്നിട്ടുണ്ട്. എന്ത് സിമ്പിളാണ്, ക്വസ്റ്റ്യൻ സിമ്പിളായിപ്പോയി. ബി എന്ന് പറയുന്നത് 1 GHz ആണ്, ജിഗ ആണ്. അപ്പം Δν എന്ന് പറയുന്നത് 1.4 × 1 GHz ചെയ്താൽ മതി. ഓപ്ഷൻ ഏതായാലും അപ്പം ഉത്തരം എന്തായാലും എനിക്ക് 1.4 എന്നേ കിട്ടുള്ളൂ. ഓപ്ഷൻ കിടക്കുന്നത് 10, 1.4 m, 2.8. അപ്പോൾ 1.4 m ഹേർട്സ് ആണ്. ജിഗ കൺവേർട്ട് ചെയ്യുമ്പോൾ m ഹേർട്സ്. അപ്പോൾ 1.4. ഓക്കെ, അത് പോയി. ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് അടിച്ചൊന്ന് നോക്കുക കേട്ടോ, കിട്ടിയില്ലെങ്കിൽ അത് അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത്, ഒന്നും വേണ്ട, മിസ്സിൻ്റെ കാൽക്കുലേഷൻ വേണ്ട. ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ എന്താ പറയുക, ഫോർമുല എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. μB.B. നേരത്തെ നമ്മൾ G പറഞ്ഞത് എങ്ങനെയായിരുന്നു? G എന്ന്. നേരത്തെ നമ്മൾ ΔE പറഞ്ഞത് എങ്ങനെയായിരുന്നു? μB.BG. ഇവിടെ നമ്മൾ പറയുന്നത് Δν എന്ന് പറയുന്നത് μB/B. ഇവർ രണ്ടും സെയിം തന്നെ. ഈ ജിക്ക് പകരം /h. ഓക്കെ, അടുത്തത് ഒന്ന് നോട്ട് ചെയ്തോ. ഒരു സോളാർ പ്രോബ് മിഷനിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുവാണ്, ഒരു ഫ്രാക്ഷണൽ വേവ് ലെങ്ത് ഷിഫ്റ്റ് ഡിറ്റക്ട് ചെയ്യുവാണ്. അതെന്ന് വെച്ചാൽ Δλ/λ ഡിറ്റക്ട് ചെയ്യുവാണ് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. ലാംഡ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാവേ. വിത്ത് എ സൺസ്പോട്ട് എന്നാണ് കേട്ടോ. വിത്ത് എ സൺസ്പോട്ട് ടു ബി ഓഫ് ദ ഓർഡർ 10⁻⁵ ആണ് സൺസ്പോട്ടിൻ്റെ ഓർഡർ. അസ്യൂമിങ് ദിസ് ഷിഫ്റ്റ് ഈസ് കോസ്ഡ് ബൈ ദ നോർമൽ സീമൻ എഫക്റ്റ് മൂലമാണ് ഈ ഷിഫ്റ്റ് ഉണ്ടായേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് വിതിൻ ദ ഒബ്സർവ്ഡ് സൺസ്പോട്ട് ഈസ് ക്ലോസസ്റ്റ് ടു, അതായത് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിക്കാം, മനസ്സിലാവാത്തതായിട്ടൊന്നുമില്ല, നിങ്ങളൊന്ന് വായിച്ചെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് Δν/ν തന്നിട്ടുണ്ട്. 10⁻⁵ ആണ്. ലാംഡ 630 നാനോമീറ്റർ ആണ്. ബി എന്താണെന്നാണ് ചോദിച്ചേക്കണത്. കുറച്ച് ഇക്വേഷനൊക്കെ എനിക്കറിയാം. ദാറ്റ് ഈസ് ΔE എന്ന് പറയുന്നത് G μB.B ആണ്. ΔE എന്ന് പറയുന്നത് hc/λ² Δλ ആണ്. അങ്ങനെയാണെങ്കിൽ Δλ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. Δλ എങ്ങനെ വരും? ഓക്കെ, അപ്പം ഒരു ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ മക്കൾക്ക്. അതായത് Δλ പഠിക്കാൻ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ, അതായത് ഈ 2 ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഓൾറെഡി ആദ്യത്തെ കേസിൽ Δλയുടെ വാല്യൂ എടുത്തതാണ്. വേറൊരു ഇക്വേഷനൂടെ പറഞ്ഞു തരട്ടെ. ഈ ക്വസ്റ്റ്യനോടൊന്ന് നോട്ട് ചെയ്തേക്കാവോ? Δλ അതിൻ്റെ ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് നോർമലിൻ്റെ കേസിലൊന്ന് എഴുതി വെക്കുമോ? E⁻² B/4πmc. എന്താ മക്കളെ? E⁻² B/4πmc. അപ്പോൾ എൻ്റെ മക്കൾ ഇതിൻ്റെ അകത്തുനിന്ന് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ടു എസ്റ്റിമേറ്റ് ബി ഡിവൈഡഡ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ എ വിത്ത് ലാംഡ. അതായത് ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ബി ഒരു ട്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ അകത്തുനിന്ന് ബി കണ്ടുപിടിക്കുക. അതായത് വേറെ ഇക്വേഷനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ 2 ഇക്വേഷൻസ് അറിയാം, G μBയുടെ കേസൊക്കെ. വേണമെങ്കിൽ ബി നമുക്ക്, പക്ഷേ ΔE ഒന്നും തന്നിട്ടില്ല അല്ലേ. G μB/B. ജിയുടെ കേസ് 1 ആക്കി കൊടുത്താൽ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ബാക്കിലുള്ള ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ ഇതൊന്ന് എഴുതി വെക്കുക.
അപ്പോൾ ഇതിനകത്ത് ബിയുടെ വാല്യൂ കിട്ടാനായിട്ട് ഞാൻ ഇക്വേഷൻ എ ആണിത്. ഇക്വേഷൻ എയുടെ രണ്ട് സൈഡിനെ ലാംഡ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുവാണ്. കാരണം ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്നറിയോ, ഡെൽറ്റ ലാംഡ ബൈ ലാംഡ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഡെൽറ്റ ലാംഡ ബൈ ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ബി ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ. അതാണ് ഇതിൻ്റെ ട്രിക്ക്. ഓർത്ത് വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡ സ്ക്വയർ, അതായത് ഈ സൈഡിനെ ഞാൻ ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി 4πmc ഡോട്ട് ലാംഡ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഒരു ലാംഡയും മിസ് അങ്ങ് കളയുവാണ്. ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ഇ ലാംഡ ബി ബൈ 4πmc എന്നായി. ഇനി എനിക്കിതിനകത്തുനിന്ന് ബി എന്ന് പറയുന്നത് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇൻറ്റു ഇത് മേളിലോട്ട് പോകും, 4πmc ബൈ ഈ ലാംഡ അല്ലേ. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കട്ടെ, ഇതൊന്ന് എഴുതിയെടുക്കും. ഞാനിപ്പം വായിക്കും. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി 10⁻⁻5 ആണ്. 4 × π × m എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ, ആറ്റമിക് ആൻഡ് മോളിക്കുലാൻ്റെ m എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻19. ലാംഡയാണ്. ലാംഡ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിക്കൊന്ന് 630 നാനോമീറ്റർ, ദാറ്റ് ഈസ് 630 × 10⁻9 മീറ്റർ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. എനിക്ക് തോന്നുന്നു 3.93 × 10⁻13 ആണെന്ന് വിചാരിക്കുന്നു കിട്ടുന്നത്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പം ഓപ്ഷനുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുന്നത്. അത്രയും ടെസ്ല. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. സൺസ്പോട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷേ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ തന്നിട്ട് ഇവിടെ നോർമൽ സീമൻ എഫക്റ്റ് എന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ തന്നിട്ട് നോർമൽ സീമൻ എഫക്റ്റിൻ്റെ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ തന്നിട്ട് ബി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഒരു ഇക്വേഷൻ എൻ്റെ മക്കൾ ഓർക്കേണ്ടത് ഇതാണ്. ദാറ്റ് ഇസ് എന്തായിരുന്നു മിസ് ഇപ്പോൾ പറഞ്ഞത്? ഏത് ഇക്വേഷനായിരുന്നു? ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ഇ ലാംഡ സ്ക്വയർ ബി ബൈ 4πmc. അല്ലെങ്കിൽ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഡോട്ട് 4πmc ഡിവൈഡഡ് ബൈ ഇ ലാംഡ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതി തരാം ഈ ഇക്വേഷനെ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതായിരുന്നു ഒരു ഇക്വേഷൻ. അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാൻ ലാംഡേനെ രണ്ടിടത്തും ഡിവൈഡ് ചെയ്തു. ഒരു ലാംഡ മേളിലും താഴെയും മാറിപ്പോകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണേ. ഇതാണ് കേട്ടോ ഫൈനൽ ഇക്വേഷൻ. ഇത് ഡെൽറ്റ ലാംഡ, ഇത് ഓൾറെഡി ഗിവൺ ആണ്. ബാക്കിയെല്ലാം ലാംഡയും ഗിവൺ ആണ്, ബാക്കി നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആക്ച്വലി സീമൻ എഫക്റ്റിൻ്റെ PYQs ആണ് നമ്മൾ നോക്കിയത്. CSIR നെറ്റിൻ്റെ സിമിലർ തന്നെയാണ് ഗേറ്റിനും വരിക. ഗേറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. ഗേറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ഗേറ്റ് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചെയ്തില്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗേറ്റും കൂടെ അപ്ലൈ ചെയ്തിടുക. കാരണം ഗേറ്റ് എഴുതുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഗേറ്റും ഒക്കെ എഴുതുക, അപ്ലൈ ചെയ്യുക. ഗേറ്റിന് വേണ്ടി ഇതൊക്കെ സെയിം സിലബസ് തന്നെ. CSIR നെറ്റും ഗേറ്റും ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.